സ്കീമിൽ 2025 BDS കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൻ്റെ അലോട്ട്മെൻറ്റും അതേപോലെ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ 4ാം റൗണ്ട് സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൻ്റെ അലോട്ട്മെൻറ്റിനുമായിട്ട് പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാൻ അവസരമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നീറ്റ് 2025 റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള അലോട്ട്മെൻറ്റാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ, അതായത് ഇനിയിപ്പോൾ 2026 പ്രിപ്പറേഷനിലായിരിക്കും മജോറിറ്റി ആൾക്കാരും. ഇനി ആരെങ്കിലുമൊക്കെ 2025 റാങ്ക് ലിസ്റ്റ് കൊണ്ട് ഏതെങ്കിലും കോഴ്സിൽ ഈ വർഷം തന്നെ കയറാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരാണ് ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ BDSൻ്റെ ഒക്കെ ഒരുപാട് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു. ഇനി സ്പെഷ്യൽ ഇപ്പോൾ ഓൾ ഇന്ത്യയിലും ഒരു അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ BDS സീറ്റുകൾക്കും അതേപോലെ ആയുഷ് കോഴ്സുകളുടെയും ഒക്കെ അലോട്ട്മെൻറ്റിൽ ബാക്കിയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാനുള്ള അവസാന റൗണ്ടുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീറ്റെയിൽ നോക്കുക. 2025-26 അക്കാഡമിക് ഇയറിലെ BDS കോഴ്സുകളുടെയും സ്ട്രേ വേക്കൻസിയും അതേപോലെ ഇതിലിപ്പോൾ മുമ്പ് കുറേ സ്ട്രേ വേക്കൻസി കഴിഞ്ഞിരുന്നു. ഓക്കെ, അതിന് ശേഷമുള്ള ഒഴിവുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി ആയിട്ടാണ് ഇത് നടത്തുന്നത്. അതേപോലെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി പോലുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ 3ാം റൗണ്ട് സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിന് ശേഷം വന്ന സീറ്റുകൾ ഫില്ല് ചെയ്യാനാണ്, അല്ലെങ്കിൽ വേക്കൻസി ഫില്ല് ചെയ്യാനാണ് 4ാം റൗണ്ട് നടത്തുന്നത്. ഓക്കെ, ഇത് സ്റ്റേറ്റിൻ്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനുശേഷം 2ാമത് സ്റ്റേറ്റിൻ്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് കുട്ടികൾക്ക് അപേക്ഷിക്കാൻ അവസരം കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയവും ഇപ്പം തന്നെ അതിൻ്റെ പാരലി ഈ 15ാം തീയതി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്തതിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള സമയവുമുണ്ട്. മുമ്പ് റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് പ്രശ്നമില്ല. അതല്ല, റാങ്ക് ലിസ്റ്റ് 2ാമത് റാങ്ക് ലിസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി, ആഡ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് അപേക്ഷ ക്ഷണിച്ചിരുന്നു. ആ സമയത്ത് അപേക്ഷിച്ചവർ അതിനകത്ത് എന്തെങ്കിലും നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയം കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ട സമയം ഡിസംബർ 15ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ 11 വിജ്ഞാപന പ്രകാരം ഓൺലൈൻ അപേക്ഷിച്ച് കുട്ടികൾക്കും ആയുഷ് കോഴ്സുകളിലേക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. എന്നിരുന്നാലും അവർ പുതുക്കിയ സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികളെ മാത്രമേ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുകയുള്ളൂ എന്ന് മാത്രം. ഇനി ഓൺലൈൻ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി അവരുടെ ഹോം പേജിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള മെനു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ, അതായത് ഈ പ്രോസസ്സിനിടയ്ക്ക് ഉണ്ടാകാനിടയുള്ള എല്ലാ ഒഴിവുകളും ഈ ഘട്ടത്തിൽ തന്നെ ഫില്ല് ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വേക്കൻസി ചെക്ക് ചെയ്യേണ്ടതില്ല. വേക്കൻസിയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ ആ ലിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിമ്മിൻ്റെ സൈറ്റിൽ നിന്ന് അത് കിട്ടുകയും ചെയ്യും. ഇനി അത് അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വേക്കൻസി ലിസ്റ്റ് മാത്രമല്ല, ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളതും ഫില്ല് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജും എല്ലാ കോഴ്സും ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, കിട്ടിയാൽ പോകുമെന്നുള്ള ഓപ്ഷനേ കൊടുക്കാവൂ എന്ന് മാത്രം. അലോട്ട്മെൻറ്റ് നടക്കാത്ത കാറ്റഗറി സീറ്റുകൾ ഈ അവസരത്തിൽ കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റാണ്, ആ കാറ്റഗറിയിൽ ആരും ഇല്ലെങ്കിൽ അത് തൊട്ടടുത്ത കാറ്റഗറി അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ജനറലിലേക്കോ മറ്റോ കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു SC/PH കാറ്റഗറിയിൽ ഫില്ലായിട്ടില്ലെങ്കിൽ അത് SC കാറ്റഗറിക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ കാറ്റഗറികളും ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ സീറ്റ് ബാക്കിയില്ല എന്ന് ഉറപ്പ് വരുത്തും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള എല്ലാ കോളേജുകളും കോഴ്സുകളും കൊടുക്കാൻ ശ്രദ്ധിക്കുക. കിട്ടിയാൽ പോകുന്നതേ കൊടുക്കാവൂ. ഈ റൗണ്ടിൽ സെഞ്ചുറി ഡെൻ്റൽ കോളേജിലേക്കും ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. എന്നാൽ ഈ കോളേജിൽ അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫീസ് താൽക്കാലികമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഫൈനലായിട്ടില്ല. ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് 3,30,940 രൂപയും NRIക്കാർക്ക് 6 ലക്ഷം രൂപയുമാണ് താൽക്കാലിക ഫീസ്. ഇത് ഫൈനലൈസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ബാക്കി ഫീസ് അടയ്ക്കേണ്ടി വരും. ഇനി ഇതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. അത് സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൽ ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 5,000 രൂപ അടച്ചാൽ മതി. ഇനി ഗവൺമെൻറ് കോളേജുകളിലും സ്വാശ്രയ സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ 15,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. SC അല്ലെങ്കിൽ ST OEC കാൻഡിഡേറ്റുകളും ഫീസ് ഇളവ് ഉള്ള കുട്ടികളുമൊക്കെ 5,000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇത് മെറിറ്റ് സീറ്റിലേക്കാണ്. നേരെ തിരിച്ച് ഇവർ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഫീസ് ആനുകൂല്യമൊന്നും ഉണ്ടാവില്ല. അതും ശ്രദ്ധിക്കണം. മെറിറ്റ് സീറ്റ് കിട്ടുന്നതിന് മാത്രമാണ് ഈ 5,000 രൂപ. മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണെങ്കിൽ അവർ ഫുൾ ഫീ അടയ്ക്കേണ്ടി വരും, ഫീസ് ആനുകൂല്യം ഉണ്ടാവില്ല. ഇനി അതേപോലെ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം നേടുകയും നിശ്ചിത തീയതിക്കുള്ളിൽ റിസൈൻ ചെയ്യുകയും ചെയ്ത കുട്ടികൾ ഓൾറെഡി മുമ്പ് അടച്ചിട്ടുണ്ടാവും ഫീസ്. അപ്പോൾ ആ ഫീസ്
ഈ രജിസ്ട്രേഷനേക്ക് കഴിഞ്ഞും അധികമാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇനി അതല്ല, അന്ന് നിങ്ങൾ ഫീസ് നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് ബാക്കി കീമിൻ്റെ കസ്റ്റഡിയിൽ ഇല്ലാതിരിക്കുകയും ചെയ്താലാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വറീഡ് ആവണ്ട. അതിൻ്റെ റീസൺ, നിങ്ങൾ ഈ സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് പോർട്ടൽ വഴി ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഓൾമോസ്റ്റ് നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബാധകമായ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ് എന്ന് ഡിസ്പ്ലേ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എത്രയാണ് രജിസ്ട്രേഷൻ ഫീസ് എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നേരത്തെ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. നിങ്ങളുടെ ഫീ അവരുടെ സിയുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് അവിടെ ഉള്ളതെന്നും ഇനി എത്ര അടയ്ക്കണമെന്നും ഇനി അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളതിൻ്റെ ഒക്കെ ഉണ്ടാവും. ചിലർക്ക് നില്ലായിരിക്കും, ഓൾറെഡി അവിടെ ഉണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ കുറച്ച് പൈസ അടച്ചാൽ മതി, കുറച്ച് അവിടെ ഉണ്ടാവും. ചിലർക്ക് ഇത് ഫുൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അവിടെ എന്ത് കാണിക്കുന്നോ അത് അടയ്ക്കണം എന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ എന്ത് കാണിക്കുന്നോ ആ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. മാത്രമല്ല, ഫീസ് അടച്ചതിന് ശേഷം എനിക്ക് ഗവൺമെൻറ് കോളേജ് ഇപ്പോൾ 5000 രൂപ അടച്ചു, ഇനി വിചാരിക്കുകയാണ് സെൽഫ് കൂടി കൊടുക്കണം, അത് പറ്റില്ല. അപ്പോൾ വൺസ് നിങ്ങൾ ഫീ അടച്ചാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ മാറ്റം അനുവദിക്കില്ല. അതുകൊണ്ട് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. ഒന്നുകിൽ 15000 അടച്ച് എല്ലാ കോളേജും വയ്ക്കാം, അല്ലെങ്കിൽ 5000 അടച്ച് ഗവൺമെൻറ് കോളേജ് മാത്രം വയ്ക്കാം എന്നർത്ഥം. അതുപോലെ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൽ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികൾക്ക് രജിസ്ട്രേഷൻ തുക അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സുകളുടെ ഫീസ് ഇനത്തിൽ വകയിരുത്തും. ഇപ്പം നിങ്ങൾ 5000 അടച്ചു, അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ അത് ഫീസ് ഇനത്തിൽ വകയിരുത്തിക്കോളും. ഇനി സീറ്റ് കിട്ടിയില്ലെങ്കിൽ അഡ്മിഷൻ നടപടി എല്ലാം പൂർത്തിയായ ശേഷം നിങ്ങൾക്കത് റീഫണ്ട് വരും. റീഫണ്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് നമ്മളത് കമ്മ്യൂണിറ്റിയിൽ വീണ്ടും ഓർമ്മിപ്പിക്കും റീഫണ്ട് വന്നതിൻ്റെ. അതേപോലെ ആയുഷ് അല്ലെങ്കിൽ അലൈഡ് കോഴ്സുകൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഫീസ് ഇനത്തിൽ വകയിരുത്തും. അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ ഫീസ് തിരിച്ചു വരും. ഇതൊക്കെ റീഫണ്ടബിൾ ആണ്. നിങ്ങൾ ഈ അടയ്ക്കുന്ന 5000 രൂപ അല്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന 15000 രൂപ അത് എത്രയാണോ അത് റീഫണ്ടബിൾ ആണ്, നഷ്ടപ്പെടില്ല. നിങ്ങളായിട്ട് സീറ്റ്, അതായത് നിങ്ങളൊരു സീറ്റ് ഫീസ് അടച്ച് ഒരു കോളേജ് ഓപ്ഷൻ വെച്ചു, അത് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ ആ ഫീസ് നഷ്ടപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പൈസ അടച്ചൊരു കോളേജ് ഓപ്ഷൻ വെക്കുകയും അല്ലെങ്കിൽ 10 കോളേജ് ഓപ്ഷൻ വെക്കുകയും നിങ്ങൾക്ക് അതിൽ സീറ്റ് കിട്ടുകയും ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഈ ഫീസ് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തേ മതിയാവും. നേരെ തിരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ പൈസ തിരിച്ചു വന്നോളും. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അത് ഫീസ് ഇനത്തിൽ വകയിരുത്തും, ബാക്കി നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഇനി സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം നിശ്ചിത തീയതിക്കുള്ളിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെയും സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലോ മുൻ അലോട്ട്മെൻറ്റിലോ പ്രവേശനം നേടിയ ശേഷം റിസൈൻ ചെയ്യുന്ന കുട്ടികൾക്കും അവരവർക്ക് ബാധകമായ രജിസ്ട്രേഷൻ ഫീസ് പെനാൽറ്റി ആയിട്ട് കണക്കാക്കും. മാത്രമല്ല, ഇത് ഓൾറെഡി കയ്യിലുണ്ടായിരുന്നൊരു സീറ്റ് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ കോമ്പൻസേഷൻ അടയ്ക്കേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുമേ വയ്ക്കാവൂ. അതിവിടെ ഒരു പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടും, പഠനം തുടരും എന്നുറപ്പുള്ള കോളേജിലേക്കും കോഴ്സിലേക്കും മാത്രം ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. ഡിസംബർ 12-ാം തീയതി BDS ആയുഷ് ആൻഡ് മെഡിക്കൽ അലൈഡ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു. ഡിസംബർ 15-ാം തീയതി 1 മണിയോടുകൂടി ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം അവസാനിക്കുന്നു. ഡിസംബർ 15-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. ഡിസംബർ 16-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. 17 തുടങ്ങി 19 വരെയുള്ള സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൊടുത്തിട്ടുള്ള ഫീസിൻ്റെ ബാക്കി അത് ബാധകമാണെങ്കിൽ അതടച്ച് അലോട്ട്മെൻറ്റ് നേടാനുള്ള സമയമാണ്. ഇനി BDSൻ്റെ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിങ്ങിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്നും ആർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നും. BDSൻ്റെ 3rd റൗണ്ടിലോ BDSൻ്റെ സ്റ്റേ വേക്കൻസി ഫില്ലിങ്ങിലോ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഇതിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടാവില്ല. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തേത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റില്ല. അതേപോലെ മുൻഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റുകളെ തുടർന്ന് പ്രവേശനം നേടിയ കോളേജിൽ നിന്നും 28/10 അതായത് ഒക്ടോബർ 28 വൈകിട്ട് 5 മണിക്ക് ശേഷം റിസൈൻ ചെയ്തവർക്കും BDS സ്പെഷ്യൽ സ്റ്റേ വേക്കൻസിയിൽ അലോട്ട്മെൻറ്റിൽ ഇപ്പം നിലവിൽ കയ്യിൽ സീറ്റില്ല. പക്ഷേ നിങ്ങൾ റിസൈൻ ചെയ്തത് ഒക്ടോബർ 28 ശേഷമാണ് BDSൽ നിന്ന് റിസൈൻ ചെയ്തത് അല്ലെങ്കിൽ BBSൽ നിന്ന് റിസൈൻ ചെയ്തതെങ്കിലും നിങ്ങൾക്ക് ഇതിന് അർഹത ഉണ്ടാവില്ല. ഇനി സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ കിട്ടുന്ന സീറ്റുകളിൽ പിന്നീട് യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, ഇനി അടുത്തൊരു റൗണ്ട് വന്നു എന്ന് വിചാരിക്കുക, അപ്പോഴും നിങ്ങൾക്ക് മാറ്റം കിട്ടൂല. ഇത് നിങ്ങൾക്ക് ഫിക്സ് ആവും. ഇനി മുൻഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ഇപ്പോഴും പ്രവേശനത്തിൽ തുടരുന്നവരുമായ BDS കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് BDS സ്പെഷ്യൽ സ്റ്റേ വേക്കൻസിയിൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയില്ല. ഏതെങ്കിലും സീറ്റ് ഇപ്പോൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നവർക്കും പറ്റൂല. അതേപോലെ ആയുഷ് ആൻഡ് അലൈഡ് കോഴ്സുകളുടെ ഫൈനൽ റൗണ്ടുകൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിലവിൽ ആയുഷ് കോഴ്സിൽ ഇരിക്കുന്ന കുട്ടിക്കും പറ്റൂല. എപ്പോൾ പറ്റും? അതിൽ നിന്ന് റിസൈൻ ചെയ്താൽ പറ്റും. അതിൽ നിന്ന് റിസൈൻ ചെയ്താൽ മാത്രമാണ് BDSൻ്റെ സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കുക. ഇപ്പോൾ റിസൈൻ ചെയ്താലേ നിങ്ങളിതിൽ പരിഗണിക്കുന്നു അർത്ഥം. ഇനി അത് BDSൽ നിന്ന് റിസൈൻ ചെയ്താൽ പറ്റുകയില്ല. അലൈഡ് കോഴ്സിൽ നിന്ന് ആയുഷ് കോഴ്സിൽ നിന്ന് റിസൈൻ ചെയ്താലേ BDSൽ പങ്കെടുക്കാൻ സമ്മതിക്കൂ. അതേപോലെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികളുടെ അലോട്ട്മെൻറ്റ് കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെയും
ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ പോലും പങ്കെടുപ്പിക്കില്ല. അത് ഓൾറെഡി നമ്മൾ ഓൾ ഇന്ത്യയുടെ ഇൻഎലിജിബിൾ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഓൾ ഇന്ത്യയിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടിയെ പോലും ഇതിൽ നിന്ന് പുറത്താക്കുമെന്നർത്ഥം. ഇനി ആയുഷ് മെഡിക്കൽ കോഴ്സുകളുടെ 4ാം റൗണ്ട് സ്റ്റേ വേക്കൻസിയിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി. ഇപ്പോൾ 3ാം റൗണ്ട് അലോട്ട്മെൻറ്റ്, അതേപോലെ 1ാം റൗണ്ട് സ്റ്റേ റൗണ്ട്, 2ാം റൗണ്ട് സ്റ്റേ റൗണ്ട്, 3ാം റൗണ്ട് സ്റ്റേ റൗണ്ട്, ഇത്രയും റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 4ാമത്തെ റൗണ്ടാണ്. ഇതിലൊക്കെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും ജോയിൻ ചെയ്യാത്തവർക്ക് ഇവിടെയും പങ്കെടുക്കാൻ അർഹതയില്ല. ഈ റൗണ്ടുകളിൽ എപ്പോഴെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തോ ഇല്ലയോ എന്നുള്ള 2ാമത്തെ കാര്യം. അലോട്ടഡ് ആയോ, ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഈ റൗണ്ടിൽ നിങ്ങളെ പങ്കെടുപ്പിക്കില്ല. അതേപോലെ മുൻ റൗണ്ടുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ഇപ്പോഴും പ്രവേശനത്തിൽ തുടരുന്നവരുമായവർക്ക് 4ാം റൗണ്ടിൽ പറ്റൂല. അതായത് നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ആയുഷ് സീറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം, പറ്റൂല, നിങ്ങളെ പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് കമ്മിറ്റി കൊടുത്ത ഇൻഎലിജിബിൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയും ഈ റൗണ്ടിൽ പങ്കെടുപ്പിക്കില്ല. അതുപോലെ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ കിട്ടുന്ന സീറ്റ് ഇനി ഒരു കാരണവശാലും മാറാൻ സമ്മതിക്കൂല. അതേപോലെ ഒക്ടോബർ 24-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷം വിടുതൽ വാങ്ങിയവർക്ക് ഈ റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റൂല. അതായത് ഓൾറെഡി സീറ്റ് നഷ്ടപ്പെടുത്തി പോയവർക്കും ഓൾറെഡി സീറ്റ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നവർക്കും ഒന്നും ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നർത്ഥം. അതായത് ആർക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ നിലവിൽ ഒരു അലോട്ട്മെൻറ്റും കിട്ടാതെ ഒരു കോഴ്സ് പോലും അലോട്ട്മെൻറ്റ് ഈ കീമിൻ്റെ കീഴിൽ ഒരു സീറ്റ് പോലും, കീമിൻ്റെയോ ഓൾ ഇന്ത്യയുടെ കീഴിൽ ഒരു സീറ്റ് പോലും നിലവിൽ കിട്ടാതെ ഫ്രീ ആയി ഡോക്യുമെൻറ്റുകൾ കൈവശമുള്ള കുട്ടികൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കയറിയവർക്കോ അല്ലെങ്കിൽ BSc നഴ്സിംഗ് LBS വഴി ഏതെങ്കിലും കയറിയവർക്കോ ഒക്കെ ഇതിൽ പങ്കെടുക്കാം. പക്ഷെ അവിടെ അവർ ആ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ ഉള്ള കോമ്പൻസേഷനെ കുറിച്ച് അന്വേഷിച്ചിട്ടേ അത് ചെയ്യാവൂ എന്ന് മാത്രം. ഓൾമോസ്റ്റ് സിയുടെ ഈ പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൽ പറഞ്ഞിരുന്ന ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന വേക്കൻസി ലിസ്റ്റ് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഓർമ്മിപ്പിക്കുന്നു, ആ പോസ്റ്റ് ചെയ്ത അലോട്ട്മെൻറ്റ് വേക്കൻസി അല്ലെങ്കിൽ ആ വേക്കൻസി മാത്രമല്ല അലോട്ട്മെൻറ്റ് നടക്കുക, ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൂടി നടക്കുമെന്നുള്ളത് കൊണ്ട് ഇതുവരെ നിലവിൽ സീറ്റ് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഏകദേശം ഒരു ലാസ്റ്റ് ചാൻസ് ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സീറ്റ് കിട്ടിയാൽ, ഈ പറഞ്ഞ സീറ്റുകളിൽ ഏതെങ്കിലുമൊക്കെ ആയുഷിനോ BDSനോ കിട്ടിയാൽ പോകുമെന്നുണ്ടെങ്കിൽ മാക്സിമം ഓപ്ഷൻസ് കൊടുത്തു വയ്ക്കുക. വേക്കൻസി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുത്തു വയ്ക്കുക. കിട്ടിയാൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാം, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് തിരിച്ചു വിട്ടുകയും ചെയ്യും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.